ആകാശവാണി വിദ്യാഭ്യാസ രംഗം. പ്രിയ ശ്രോതാക്കളെ, സ്വാഗതം. യാത്രകൾ ഇഷ്ടപ്പെടാത്തവരായി ആരാണുള്ളത്? ഒരു വിനോദത്തിനപ്പുറം കണ്ടുമടങ്ങുന്ന സ്ഥലങ്ങളെക്കുറിച്ചും അതിന്റെ ചരിത്ര പ്രാധാന്യം, സൗന്ദര്യം തുടങ്ങിയവയുടെ വാക്കുകളിലൂടെയുള്ള അടയാളപ്പെടുത്തൽ കൂടിയാണത്. മലയാളത്തിലെ വിവിധ സാഹിത്യകാരന്മാരുടെ യാത്രാവിവരണത്തെക്കുറിച്ചുള്ള ഒരു പ്രഭാഷണമാണ് ഇപ്പോൾ. സഞ്ചാര സാഹിത്യം മലയാളത്തിൽ. സംസാരിക്കുന്നത് ചേളന്നൂർ എസ് എൻ ട്രസ്റ്റ് ഹൈസ്കൂൾ അധ്യാപിക എൻ ജ്യോതിലക്ഷ്മി. അല്ല സുഹൃത്തുക്കളെ, ഇന്ന് നമുക്കൊരു യാത്ര പോയാലോ? യാത്ര നിങ്ങൾക്കേവർക്കും ഇഷ്ടമല്ലേ? ചില സാഹിത്യകാരന്മാരായ സഞ്ചാരികളുടെ യാത്രാനുഭവങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. മനുഷ്യന്റെ സാംസ്കാരിക വളർച്ചയുടെ സമസ്ത മേഖലകളും യാത്രയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആദിമ മനുഷ്യൻ ഭക്ഷണം, പാർപ്പിടം എന്നിവയ്ക്ക് വേണ്ടി നിരന്തരം സഞ്ചരിച്ചിരുന്നു. നവീന ശിലായുഗത്തിൽ കാർഷിക വൃത്തി സ്വീകരിച്ചപ്പോൾ മണ്ണിന്റെ ഫലപുഷ്ടിയും പ്രകൃതി വിഭവങ്ങളുടെ ലഭ്യതയും അന്വേഷിച്ചുകൊണ്ടുള്ള സഞ്ചാരമായി. ആധുനിക യുഗത്തിലാകട്ടെ കാർഷിക വിഭവങ്ങളുടെ വിപണനവും വ്യാപാര ബന്ധങ്ങളും നിരവധി ദേശാന്തര യാത്രകൾക്ക് വഴി തെളിയിച്ചു. ക്രമേണ മതപ്രചാരണം, വിദ്യാഭ്യാസം, രാഷ്ട്രീയം, തൊഴിൽ എന്നിവയെല്ലാം സഞ്ചാരപ്രധാനങ്ങളായി. എന്നാൽ ഈ യാത്രാ വിവരങ്ങളൊന്നും അവർ രേഖപ്പെടുത്തിയിരുന്നില്ല. നാഗരികതയുടെ കടന്നുകയറ്റത്തോടെ യാത്രാനുഭവങ്ങൾ രേഖപ്പെടുത്താനുള്ള പ്രവണതകൾ പ്രകടമായി. പാശ്ചാത്യവും പൗരസ്ത്യവുമായ ഇതിഹാസ പുരാണ കാവ്യങ്ങളിലെല്ലാം തന്നെ സഞ്ചാര വർണ്ണനകൾ സമൃദ്ധമാണ്. നമ്മുടെ രാമായണം, മഹാഭാരതം എന്നീ ഇതിഹാസങ്ങളിൽ കഥാപാത്രങ്ങളുടെ സഞ്ചാരത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യാനന്തര കാലമാണ് സഞ്ചാരങ്ങളുടെ സുവർണയുഗം. വിദ്യാഭ്യാസം, സാംസ്കാരിക വിനിമയം, ചികിത്സ, രാഷ്ട്രീയം, ഉപജീവനം, ഔദ്യോഗികം എന്നിങ്ങനെ യാത്രകൾ അനവധിയാണ്. എന്നാൽ ഇവരിൽ നിന്നും നമുക്ക് കാര്യമായ സംഭാവന ലഭിച്ചില്ല. ഇന്ന് രസകരവും വിജ്ഞാനപ്രദവുമായ ഒരു സാഹിത്യശാഖ എന്ന നിലയിൽ യാത്രാവിവരണങ്ങൾക്ക് പ്രചാരം വർദ്ധിച്ചിരിക്കുന്നു. നമ്മുടെ സഞ്ചാര സാഹിത്യ കുലപതിയായ എസ്.കെ. പൊറ്റക്കാടിനോടുകൂടി മറ്റു സാഹിത്യശാഖകൾക്കൊപ്പം യാത്രാവിവരണങ്ങളും മികച്ച സ്ഥാനം കരസ്ഥമാക്കി. സാമൂഹിക പ്രസക്തിയുള്ളതും ചരിത്രപരവും രസകരവും എന്നാൽ ലോകത്തിൻ്റെ സത്യസന്ധമായ കണ്ടെത്തലിന് സഹായിക്കുന്നവയുമാണ് ഉത്തമ സഞ്ചാര സാഹിത്യമെന്നു പറയാം. ഏറെ മുൻപ് തന്നെ മലയാളി വായനക്കാർ അനുരക്തരായി തീർന്ന ഒരു സാഹിത്യശാഖയാണ് യാത്രാവിവരണം. മലയാള ഗദ്യത്തിൻ്റെ വികാസത്തോടുകൂടിയാണ് സഞ്ചാര സാഹിത്യം നവോന്മേഷം കൈവരിച്ചത്. അടുത്തൊരു ജന്മമുണ്ടെങ്കിൽ ഒരു നാടോടിയായി മരിക്കുവോളം ലോകം മുഴുവൻ അലഞ്ഞു നടക്കാനാണ് മോഹം എന്നു പ്രഖ്യാപിച്ച എസ്.കെ. പൊറ്റക്കാടിനോടുകൂടി സഞ്ചാര സാഹിത്യശാഖയ്ക്ക് ഒരു മികച്ച പന്താവ് വെട്ടിയെടുക്കുവാൻ സാധിച്ചു. യാത്രാസ്മരണകൾ, കാശ്മീർ, ഹിമാലയ സാമ്രാജ്യത്തിൽ, നേപ്പാൾ യാത്ര, കാപ്പിരികളുടെ നാട്ടിൽ, സിംഹഭൂമി, നൈൽ ഡയറി, ക്ലിയോപാട്രയുടെ നാട്ടിൽ, പാതിരാസൂര്യൻ്റെ നാട്ടിൽ, ലണ്ടൻ നോട്ട്ബുക്ക്, ബാലി ദ്വീപ്, ഇന്നത്തെ യൂറോപ്പ് തുടങ്ങി 17ലധികം സഞ്ചാര സാഹിത്യകൃതികൾ കൈരളിക്കു സംഭാവന ചെയ്ത പൊറ്റക്കാടിനെക്കുറിച്ച് മലയാളിക്ക് എന്നും അഭിമാനിക്കാം. യാത്രാ സാഹിത്യകാരൻ വായനക്കാരനെ തന്നോടൊപ്പം കൊണ്ടുപോകാൻ കഴിവുള്ള ആളാകണം. അനുവാചകരെ തന്നോടൊപ്പം കൂട്ടിക്കൊണ്ടുപോകാനുള്ള അന്യാദൃശ വൈഭവമാണ് എസ്.കെയുടെ സഞ്ചാര സാഹിത്യത്തിൻ്റെ വിജയം. യാത്രയുടെ ഓരോ സന്ദർഭത്തിലും താൻ അനുഭവിക്കുന്ന ദുഃഖവും ഭയവും നിരാശയും പ്രതീക്ഷയും ക്ലേശവും സന്തോഷവും വായനക്കാരുടെ കൂടി അനുഭവമാക്കി മാറ്റുവാൻ എസ്.കെക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഉറ്റ തോഴൻ നമ്മുടെ തോളിൽ കൈവച്ച് താൻ കണ്ടതും കേട്ടതും അനുഭവിച്ചതും മനസ്സിലാക്കിയതും പറഞ്ഞു തരുന്ന അനുഭൂതിയാണ് അദ്ദേഹത്തിൻ്റെ വിവരണങ്ങൾ വായനക്കാരന് സമ്മാനിക്കുന്നത്. ഗൗരവമോ തലക്കനമോ പാണ്ഡിത്യഭാവമോ ആത്മപ്രശംസയോ കൂടാതെ ചില കഥകളും നേരമ്പോക്കുകളും പറഞ്ഞ് അദ്ദേഹം നമുക്ക് രസവും വിജ്ഞാനവും പകരുന്നു. യാത്രക്കിടയിൽ തനിക്കു പിണഞ്ഞ അമളി വെളിപ്പെടുത്താനും അദ്ദേഹം മടിച്ചിട്ടില്ല. അസാമാന്യ നിരീക്ഷണ പാടവത്താൽ അനുഗ്രഹീതനാണ് എസ്.കെ. എന്നതിന് ധാരാളം ഉദാഹരണങ്ങൾ ഹിമാലയ സാമ്രാജ്യത്തിൽ എന്ന അദ്ദേഹത്തിൻ്റെ യാത്രാവിവരണ ഗ്രന്ഥത്തിൽ കാണാം. ഹിമാലയത്തിലെത്തിയ ലേഖകൻ
ആ പ്രദേശത്തിൻ്റെ മനോഹര ദൃശ്യങ്ങൾ ഒട്ടും ചോർച്ച കൂടാതെ ഹൃദയസ്പർശിയായി അവതരിപ്പിച്ചിരിക്കുന്നു. രാജ്യത്തിൻ്റെ അതിർത്തി കാക്കുന്ന പട്ടാളക്കാരുടെ ജീവിതം വളരെ മനോഹരമായി ആസ്വാദകനിലേക്ക് എത്തിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പ്രകൃതി സൗന്ദര്യത്തിൽ മനം മയങ്ങുന്ന മലയാളത്തിലെ യാത്രാവിവരണങ്ങളിൽ സ്ഥലങ്ങളുടെയും കാഴ്ചകളുടെയും ചിത്രീകരണങ്ങൾക്ക് കുറവൊന്നുമില്ല. എന്നാൽ അവയെ രസകരമായി അവതരിപ്പിക്കാൻ ചുരുക്കം ചിലർക്കേ കഴിഞ്ഞിട്ടുള്ളൂ. അക്കൂട്ടത്തിൽ പ്രഥമഗണനീയൻ എസ് കെ തന്നെയാണെന്ന് ഹിമാലയ സാമ്രാജ്യത്തിൽ എന്ന കൃതി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരു കാഥികന്റെ സൂക്ഷ്മ നിരീക്ഷണ പാടവത്തോടുകൂടി നാടുകളെയും ജനങ്ങളെയും കണ്ടറിഞ്ഞ് കവിതാമയമായ ശൈലിയിൽ അവയെല്ലാം പുനഃസൃഷ്ടിച്ച എസ് കെയുടെ സഞ്ചാര സാഹിത്യകൃതികൾ നമുക്ക് നൽകുന്ന മാനസികാഹ്ലാദം അവാച്യമാണ്. ജന്മസിദ്ധമായ സഞ്ചാര തൃഷ്ണയാണ് ഒരു സഞ്ചാര സാഹിത്യകാരനുണ്ടാവേണ്ട മുഖ്യ ഗുണം എന്നതിന് ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ യാത്രാസ്മരണകൾ എന്ന കൃതി. ടാഗോറിൻ്റെ വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക, പ്രകൃതി, കലാദർശനങ്ങൾ ഒത്തുചേരുന്ന ശാന്തിനികേതൻ വിശ്വമാനവികതയുടെയും ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെയും ഏറ്റവും മികച്ച ഇടങ്ങളിലൊന്നാണെന്ന് എസ് കെ ഈ കൃതിയിലൂടെ വ്യക്തമാക്കുന്നു. അദ്ദേഹത്തിൻ്റെ വർണ്ണനകൾ, നർമ്മബോധം, കേരളവുമായി താരതമ്യം ചെയ്യുന്ന രീതികൾ, ഉദാത്തമായ മനുഷ്യസ്നേഹം, ആലങ്കാരിക ഭാഷ എന്നിവയെല്ലാം കൃതിയെ സുന്ദരമാക്കുന്നുണ്ട്. വിശ്വമാനവികത അദ്ദേഹത്തിൻ്റെ സഞ്ചാരകൃതികളുടെ കൊടിയടയാളമാണ്. നീണ്ട കത്തുകൾ, ഒറ്റനോട്ടത്തിൽ മതം, അവിടെയും ഇവിടെയും, ചൈന മുന്നോട്ട് എന്നീ യാത്രാവിവരണങ്ങളിൽ പ്രൊഫസർ മുണ്ടശ്ശേരി താൻ സന്ദർശിച്ച നാടുകളിലെ മതബോധം, രാഷ്ട്രീയ വീക്ഷണം, വിദ്യാഭ്യാസം, സാമൂഹിക ജീവിതം എന്നിവ വിശകലനം ചെയ്യുന്നു. എം.ടി. വാസുദേവൻ നായരുടെ ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന കൃതി നമുക്ക് മുന്നിൽ അമേരിക്കയെ വളരെ മനോഹരമായി പരിചയപ്പെടുത്തുന്നു. സുഹൃത്തുക്കളുടെ സജീവ സാന്നിധ്യം അനുഭവിക്കുമ്പോഴും ഏകാന്തതയിൽ ശ്വാസം മുട്ടുന്ന എം.ടി. അമേരിക്കയിൽ കണ്ടുമുട്ടിയ ചില ഏകാകികളുടെ ദുഃഖം ഹൃദയസ്പർശിയായി ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ മനുഷ്യർ നിഴലുകൾ എന്ന ഗ്രന്ഥം യൂറോപ്പിനെ വായനക്കാർക്ക് അനുഭവവേദ്യമാക്കുന്നു. സർഗധനനായ എം.ടിയുടെ യാത്രാവിവരണങ്ങൾ കാവ്യാത്മകമാകുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. യു.എ. ഖാദറിൻ്റെ കഥ പോലെ ജീവിതം, ശ്രീ ധർമാനന്ദ തീർത്ഥയുടെ തീർത്ഥയാത്രാപർവം, എം.പി. വീരേന്ദ്രകുമാറിൻ്റെ ആമസോണും വ്യാകുലതകളും എന്നിവ സഞ്ചാര സാഹിത്യത്തിന് മുതൽക്കൂട്ടാണ്. ആമസോൺ കാടുകളുടെ പ്രകൃതി സൗന്ദര്യവും മനുഷ്യ ചൈതന്യവും മാത്രമല്ല, ആ പ്രദേശത്തെ പക്ഷിമൃഗാദികളുടെ സവിശേഷതകളും വായനക്കാരിലേക്ക് പകർന്നു നൽകാൻ ഈ കൃതിയിലൂടെ വീരേന്ദ്രകുമാറിന് കഴിഞ്ഞിട്ടുണ്ട്. ഹൈമവത ഭൂവിൽ എന്ന കൃതിയിലൂടെ യാത്രാനുഭവങ്ങൾക്ക് വിചിത്രമാനങ്ങൾ നൽകുകയാണ് എം.പി. വീരേന്ദ്രകുമാർ. പൗരാണിക ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നും ഹിമവൽ സാനുക്കളിലേക്കുള്ള യാത്ര സമ്പന്നവും വൈവിധ്യവുമാർന്ന ഭാരതീയ സംസ്കൃതിയിലേക്കുള്ള അന്വേഷണം കൂടിയാണ്. ഐതിഹ്യങ്ങളിൽ നിന്ന് മിത്തുകളിലേക്കും മുത്തശ്ശി കഥകളിലേക്കും നാടോടി ശീലുകളിലേക്കും ചരിത്ര സത്യങ്ങളിലേക്കും ഒരു സഞ്ചാരം. ഹൈമവത ഭൂവിൽ യാത്രയെ ആത്മീയമായി നോക്കിക്കാണുന്ന കൃതിയാണ്. ത്രിവേണി സംഗമത്തെക്കുറിച്ചും ക്ഷേത്രങ്ങളുടെ ചരിത്രപരമായ പ്രാധാന്യത്തെക്കുറിച്ചും ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളെക്കുറിച്ചും അദ്ദേഹം ഇതിലൂടെ വ്യക്തമാക്കുന്നു. വർണ്ണനയുടെ പ്രത്യേകത കൊണ്ട് അവിടെ സന്ദർശിച്ച അനുഭവം നമ്മിലുളവാക്കുന്നു. താനറിഞ്ഞ ആത്മീയ അനുഭവങ്ങളെ ഊഷ്മളമായും അതേസമയം വിജ്ഞാനപരമായും അവതരിപ്പിക്കുകയാണ് അദ്ദേഹം. ആത്മീയ വിശുദ്ധിയുടെ താഴ്വരയാണ് യമുനോത്രി എന്നാണ് വീരേന്ദ്രകുമാർ അവകാശപ്പെടുന്നത്. മലയാളത്തിലെ പ്രശസ്തനായ സഞ്ചാര സാഹിത്യകാരനാണ് സക്കറിയ. ആഴത്തിലുള്ള സാമൂഹിക നിരീക്ഷണങ്ങൾ നിറഞ്ഞ സഞ്ചാരരേഖകളാണ് അദ്ദേഹത്തിൻ്റേത്. അറബിക്കടലിനപ്പുറത്തേക്ക് പതിറ്റാണ്ടിൻ്റെ യാത്ര, തുർക്കി പ്രദക്ഷിണം തുടങ്ങിയവ ശ്രദ്ധേയമായ ചിലതുമാത്രം. സാഹസികവും അവിശ്വസനീയവുമായ ഒരു ഹിമാലയ പര്യടനത്തിൻ്റെ അനുഭവമാണ് ഹിമവാന്റെ മുകൾത്തട്ടിൽ എന്ന കൃതിയിലൂടെ രാജൻ കാക്കനാടൻ പകർന്നു തരുന്നത്. ഏകനായി തൻ്റെ നിഴലിനെ മാത്രം സഹയാത്രികനാക്കിക്കൊണ്ട് പർവ്വതശൃംഖങ്ങളുടെ ഭയാനകവും ഗംഭീരവും അപകടപൂർണവുമായ പാതകളിലൂടെ നിർഭയം സഞ്ചരിച്ച ധീരനും സാഹസികനുമായ യാത്രികൻ്റെ ത്രസിപ്പിക്കുന്ന സ്മരണകൾ ഒറ്റ വായനയിൽ നമുക്കും അനുഭവവേദ്യമാകും. അദ്ദേഹത്തിൻ്റെ കുടജാദ്രിയുടെ സംഗീതം ദക്ഷിണ കേരളത്തിൽ നിന്ന് കേരളാതിർത്തി കടന്ന് മംഗലാപുരം വരെയും അവിടെ നിന്നും 140 കിലോമീറ്റർ അകലെയുള്ള കൊല്ലൂർ വരെയും തിരിച്ചും ഉള്ള യാത്രയുടെ ഓർമ്മക്കുറിപ്പുകളാണ്.
ഇതിൽ അറബിക്കടലിന്റെ സംഗീതമുണ്ട്, മഴയിൽ നിറഞ്ഞൊഴുകുന്ന നദികളുടെ, നദിക്കരയിലെ പച്ചത്തഴപ്പുകളുടെ സംഗീതമുണ്ട്. ഒഴുക്കോടെ വായിച്ചു പോകാൻ ഉതകുന്ന യാത്രാവിവരണമാണിത്. കെ.പി. സുധീരയുടെ അസർബൈജാനിലെ അരുണോദയം ഏതൊരു മലയാളിയും വായിച്ചിരിക്കേണ്ട ഒരു ഗ്രന്ഥമാണ്. 1917 ഫെബ്രുവരി 26 സാമൂഹിക വിപ്ലവം റഷ്യയിലെ രാജവാഴ്ചയെ തകർത്ത ശേഷം കിഴക്കൻ മേഖലയിലെ ആദ്യത്തെ റിപ്പബ്ലിക്കൻ സംസ്ഥാനങ്ങളിലൊന്നായി ഉയർന്നു വന്നതാണ് അസർബൈജാൻ. ഇവിടുത്തെ പച്ചപ്പും പർവ്വതങ്ങളും നീർച്ചാലുകളും ശുദ്ധവായുവും നമ്മിലെ സകല പീഡകളെയും എടുത്തുകളയും. റഷ്യ, ഇറാൻ, തുർക്കി, ജോർജിയ, അർമേനിയ തുടങ്ങിയ രാജ്യങ്ങളുടെ ഇടയിലാണ് അസർബൈജാന്റെ സ്ഥാനം. എണ്ണയുടെയും കായിക വിനോദത്തിന്റെയും പ്രകൃതി സൗന്ദര്യത്തിന്റെയും നാടാണിത്. ഇവിടുത്തെ വിദ്യാഭ്യാസം, സാഹിത്യം, കലകൾ, സംസ്കാരം, ജീവിതചര്യകൾ എന്നിവയിലൂടെ കടന്നു പോവുകയാണ് വിഭിന്ന രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുന്ന നിത്യയാത്രികയായ എഴുത്തുകാരി കെ.പി. സുധീര. വത്സല മോഹൻ രചിച്ച അമരപഥത്തിൽ ശ്രദ്ധേയമായ മറ്റൊരു യാത്രാവിവരണമാണ്. അമർനാഥിലേക്കുള്ള തീർത്ഥാടനം ദേവതാത്മാവായ ഹിമവാനിലേക്ക് പോകുന്ന ആരുടെയും മോഹമാണ്. കണ്ണിനും മനസ്സിനും അമൃതു പകരുന്ന ആ ദിവ്യധാമത്തിലേക്കുള്ള യാത്രയുടെ ആകർഷകമായ വിവരണമാണ് വത്സല മോഹന്റെ ഈ ഗ്രന്ഥം. ഗ്രന്ഥകാരിയോടൊപ്പം നാം സഞ്ചരിക്കുകയാണെന്ന തോന്നൽ വായനയിൽ ഉടനീളം ഉണ്ടാകുന്നു. യാത്രകൾ വെറും വിനോദമല്ല, പഠനവും മനസ്സിലാക്കലുമാണെന്നതിന് തെളിവാണ് വേണുവിന്റെ നഗ്നരും നരഭോജികളും എന്ന കൃതി. തന്റെ സഞ്ചാരത്തിനിടയിൽ കണ്ടതും അനുഭവിച്ചതുമായ മനുഷ്യജീവിതവും സംസ്കാര വൈവിധ്യവും വളരെ ഹൃദ്യമായി അവതരിപ്പിക്കുന്ന കൃതിയാണ് നഗ്നരും നരഭോജികളും. ഈ തലക്കെട്ട് യാത്രകളിലെ വൈവിധ്യമാർന്ന സമൂഹങ്ങളെയും അവരുടെ സംസ്കാരങ്ങളെയും സൂചിപ്പിക്കുന്നു. വേണു കണ്ട ജനങ്ങളുടെ ജീവിത രീതിയിൽ ഭക്ഷണശീലങ്ങൾ, വിശ്വാസങ്ങൾ, ആഘോഷങ്ങൾ, പ്രകൃതി ദൃശ്യങ്ങൾ എന്നിവ സാഹിത്യ സൗന്ദര്യത്തോടെ ഈ കൃതി അനാവരണം ചെയ്യുന്നു. ലളിതവും മനോഹരവുമായ ഭാഷ വായനക്കാരനെ നേരിട്ട് യാത്രയിൽ പങ്കാളിയാക്കാൻ സഹായിക്കുന്നുണ്ട്. യാത്രാവിവരണങ്ങൾ പലപ്പോഴും സാഹിത്യ അലങ്കാരങ്ങൾ നിറഞ്ഞവയാകാറുണ്ട്. എന്നാൽ വേണുവിന്റെ കൃതിയിൽ സത്യാനുഭവങ്ങളുടെ ഗന്ധം നിലനിൽക്കുന്നു. മലയാള യാത്രാ സാഹിത്യത്തിന് പുതിയൊരു വീക്ഷണവും ഭാഷാ സൗന്ദര്യവും നൽകാൻ പ്രാപ്തമാണ് ഈ രചന. അദ്ദേഹത്തിന്റെ മറ്റൊരു യാത്രാവിവരണമാണ് സോളോ സ്റ്റോറീസ്. DC ബുക്സ് പ്രസിദ്ധീകരിച്ച ഈ കൃതി വേണുവിന്റെ ഒറ്റയ്ക്കുള്ള യാത്രകളുടെ അനുഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ പുസ്തകത്തിന് സോളോ സ്റ്റോറീസ് എന്ന പേര് ഉചിതം തന്നെ. യാത്രയ്ക്കിടയിൽ കണ്ട പ്രകൃതി, സംസ്കാരം, മനുഷ്യരുടെ സൗഹൃദം, അനിഷ്ട സംഭവങ്ങൾ എല്ലാം തന്നെ തുറന്ന മനസ്സോടെ അദ്ദേഹം അവതരിപ്പിക്കുന്നു. അടുത്തതായി പുതു എഴുത്തുകാരനായ CJ തോമസിന്റെ ചന്ദ്രതാൽ ജലനീലിമയിൽ എന്ന കൃതിയെ ഒന്ന് സ്പർശിച്ചു പോകാം. ബുദ്ധ സംസ്കൃതിയുടെ ഗാഠമുദ്രകൾ പതിഞ്ഞ പശ്ചിമ ഹിമാലയോന്നതികളിൽ കൂടിയുള്ള സഞ്ചാരങ്ങളും അതിനിടയിൽ താൻ അനുഭവിച്ചറിഞ്ഞ വസ്തുതകളും ഹൃദയസ്പർശിയായി വിവരിക്കുന്നൊരു കൃതിയാണിത്. ആധുനിക കാലത്ത് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യമാധ്യമങ്ങളുടെ സ്വാധീനത സഞ്ചാര സാഹിത്യത്തിന്റെ നിറം കെടുത്തുന്നുണ്ട്. ഈ ആഗോള ഗ്രാമത്തിൽ വായനയേക്കാൾ വേഗത്തിൽ ദൃശ്യങ്ങൾ നമ്മുടെ കൺമുന്നിൽ എത്തുന്നു. അങ്ങനെ സഞ്ചാര സാഹിത്യം സഞ്ചാര ദൃശ്യങ്ങൾക്ക് വഴിമാറുന്നുണ്ടെങ്കിലും സഞ്ചാര സാഹിത്യകൃതികൾ സാഹിത്യശാഖയിലെ ഒരു അവിഭാജ്യ ഘടകമായി എന്നെന്നും നിലനിൽക്കുക തന്നെ ചെയ്യും. സഞ്ചാര സാഹിത്യം മലയാളത്തിൽ ഇതുവരെ സംസാരിച്ചത് ചേളന്നൂർ SN ട്രസ്റ്റ് ഹൈസ്കൂൾ അധ്യാപിക N. ജ്യോതിലക്ഷ്മി.